ജോസഫ് മാഷിൻ്റെ പച്ച ഇറച്ചിയിൽ ആഞ്ഞാഞ്ഞു വെട്ടിയ ഒന്നാം പ്രതിയായിട്ടുള്ള സവാദ് എന്ന തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഓരോ മലയാളിയും ചിന്തിക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പിണറായി വിജയനെതിരെ നിരന്തരം വിമർശനങ്ങളുമായിട്ട് നിരന്തരം രംഗത്ത് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വിഷയം വന്ന സമയത്ത്, അതായത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പ്രതിയെ പിടിച്ചിട്ടുള്ളത് വർഷങ്ങളായിട്ട് മട്ടന്നൂരിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് എൻ.ഐ.എ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മട്ടന്നൂർ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാം, നമ്മുടെ കേരളത്തിൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ CPM ജയിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് മട്ടന്നൂർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ പിണറായി എന്ന സ്ഥലവും അവിടെ വളരെ അടുത്താണ്, 10-22 കിലോമീറ്റർ മാത്രമേ അടുത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ട് ഈ പിണറായി വിജയൻ സംരക്ഷണം കൊടുക്കുകയാണ് എന്ന് ഒരക്ഷരം പോലും മിണ്ടാത്തത്? വളരെ ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം. ഇനിയൊക്കെ പോട്ടെ, ഇനി പിണറായി വിജയൻ്റെ സ്ഥലമായതുകൊണ്ട് അല്ലെങ്കിൽ പിണറായിയുടെ സ്ഥലം എന്നൊക്കെ പറയുന്നതിൽ അപ്പുറം എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ഒരു പ്രസ്താവന ഇറക്കാത്തത്? ഏത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഏതൊരു തീവ്രവാദിയെയും എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതുപോലെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ ഒരു സന്ദേശം കേരള സമൂഹത്തിനോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിനില്ലേ, പ്രതിപക്ഷ നേതാവിനില്ലേ? ഇനി അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് അവരുടെ തൊട്ടടുത്ത്, അവരുടെ തൊട്ട് സ്ഥലത്ത്, അവരുടെ ജില്ലയിൽ നിന്ന് ഇതുപോലൊരു തീവ്രവാദിയെ പിടിച്ചിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടാത്തത്? ഇതുപോലെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ ആര് തന്നെയായാലും ജയിലറകളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കാത്തത്? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടികളും, അതായത് ഇടതോ വലതോ, ഇന്ന് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള ഈ രണ്ട് പാർട്ടികളും ഈ ഒരു തീവ്രവാദിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരക്ഷരം മിണ്ടുകയോ ഒരു പ്രസ്താവന ഇറക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, തൊട്ടതിനും തൊടാത്തതിനും തോന്നിയതുപോലെ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നവരല്ലേ ഈ ഇടതനും വലതനും ഒരുമിച്ച് നിന്നും അല്ലാതെയും തോന്നിയതുപോലെ. എന്നിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട, കേരളത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള വലിയൊരു തീവ്രവാദ പ്രവർത്തനത്തിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭരണപക്ഷമോ പ്രതിപക്ഷത്തോ ഉള്ള ഒരു നേതാക്കന്മാരും ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. കേരളത്തിലെ പൊതുസമൂഹം ഈ ഒരു വിഷയമൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് കേരളത്തിലെ പുതിയ തലമുറയോട് പറയാനുള്ളത്, അത് മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടെയുള്ള സകല പുതുതലമുറയോടും പറയാനുള്ളത്, ഇതുപോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അവരെ രാജ്യം ജയിലറുകൾ കൊടുത്തിട്ട് ശിക്ഷിക്കണമെന്ന് സധൈര്യം നിരന്തരം പുതിയ തലമുറ പറഞ്ഞു മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളം വരാനിരിക്കുന്നത് വളരെ വലിയൊരു വിഷയത്തിലേക്കായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം സകല ആളുകളും മനസ്സിലാക്കണം.